യെസ്, അമീർ അജ്മൽ. എന്റെ ബാപ്പ, എനിക്കെന്റെ ബാപ്പയെ കാണണം. നിന്റെ ബാപ്പ മോനെ മോനെ കാസിം കടന്നു പോയി എന്റെ മുന്നിൽ ഇല്ലെങ്കിൽ കൊന്ന് കുഴിച്ചുകൊടും ഞാൻ. അമീർ. അതെ ഉമ്മ, അമീർ. ഉമ്മാക്കും റസിയാക്കും അംഗീകരിക്കാനാവാത്ത അമീർ അജ്മൽ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇപ്പോഴും എന്നോട് വെറുപ്പാണ്. അങ്ങനൊന്നും പറയില്ലേ മോനെ. വാ, അകത്തേക്ക് വാ. മയ്യത്തായ കാസിംകാടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്നെ ഒരിക്കലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉമ്മ രണ്ടാണെങ്കിലും ഒരേ ബാപ്പയുടെ മക്കളാ ഞങ്ങൾ രണ്ടാളും. ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. അന്ന് ഏതൊരു ഭാര്യയ്ക്കും തോന്നുന്ന വെറുപ്പോ ഇഷ്ടക്കേടും മാത്രമേ നിന്നോടും നിന്റെ ഉമ്മയോടും എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതൊന്നും നീ കാര്യമാക്കരുത്. റസിയ, ഇക്കായെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? എങ്ങനെ കാണാനാ? പല പ്രാവശ്യം നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചു വന്നപ്പോഴൊക്കെ കാസിംക ഒരിക്കൽ പോലും അതിനെന്നെ അനുവദിച്ചില്ല. എന്തിന്? എൻ്റെ ബാപ്പ മയ്യത്തായപ്പോൾ പോലും ആ രക്തത്തിൽ പറന്ന എനിക്ക് ഒന്ന് കാണാൻ പോലുമുള്ള അനുവാദമില്ലായിരുന്നു. അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല ഉമ്മ ഞാനിപ്പോൾ വന്നത്. തെറ്റുകുറ്റങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും കാസിംകായെ കൊന്നവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളെ രണ്ടുപേരെയും ഷാർജയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് വേണ്ട അമീർക്ക. അത് വേണം റസിയ. നിങ്ങൾ ഇനി ഇവിടെ തനിച്ചു കഴിയണ്ട. അത് പോട്ടെ. ഇക്കായോടൊപ്പം ജയിലിലുണ്ടായിരുന്ന ബാപ്പയുടെ വലങ്കൈ അലിഖാൻ, അവനിപ്പോൾ എവിടെയുണ്ട്?
സെല്ലിലടക്കി. Excuse me, sir. I am Amir Ajmal from Sharjah. യെസ്. അലിഖാൻ, നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട്. അലി ഖാൻ, എൻ്റെ ഇക്ക കാസിം ബായി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? നീ അറിയാതെ എൻ്റെ ഇക്ക കൊല്ലപ്പെടില്ല. ബതാओ. മേരാ കാസിം ബായി കോ ക്യാ ഹുവാ? നിർത്തടാ. ഇക്കയുടെ കൊലയാളി അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? ഇതിനു മുമ്പ് ഒരിക്കൽ പോലും നീ കാസിംബായിനെ കാണാനോ അന്വേഷിക്കാനോ വന്നിട്ടുണ്ടോ? ഇപ്പൊ മയ്യത്തായി അറിഞ്ഞപ്പോ ബന്ധം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. എന്നാടാ നിനക്കിങ്ങനെ ഒരു ഇക്കുണ്ടായത്? അലി ഖാൻ, ഏയ്, ആലറി വിളിച്ച അലിഖാനെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഇക്കാലം അത്രയും ഒരുമിച്ചുണ്ടായിരുന്ന എന്റെ കാസിംബായി മരിച്ചു, അല്ല കൊന്നു. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. നടക്ക് പോവാം. എൻ്റെ ഇക്കായെ കൊന്ന ചെകുത്താൻ ഏത് നരകത്തിൽ ചെന്ന് ഒളിച്ചാലും ശരി, ഈ അമീർ അജ്മൽ കണ്ടെത്തിയിരിക്കും. ഇക്കണക്കിന് നമുക്ക് ഉടനെ അങ്ങ് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഫോട്ടോകൾ വെച്ച് എല്ലാ എയർപോർട്ട് ഇമിഗ്രേഷനിലും റിപ്പോർട്ട് പോയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചക്ക് മുമ്പ് ബാംഗ്ലൂർ എത്തിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ മാനേജർ പറഞ്ഞത്. എല്ലാത്തിനും കാരണക്കാർ ഈ അച്ഛൻ ഒറ്റ ഒരുത്തന. അച്ഛൻ എന്ത് ചെയ്തെന്നാ നീ പറയാ? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ പോയതുകൊണ്ടല്ലേ കുഴപ്പം മുഴുവനുണ്ടായി. അത് ശരിയാണ്. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചാൽ മതിയായിരുന്നു. ഈടാ അതുവരെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന എന്തുറപ്പ്? ഓ, അത് ശരിയാ. ഇന്നലെയും കൂടി അച്ഛന്റെ പ്രാർത്ഥന ഞാൻ കേട്ടതാ. എന്നെ പെട്ടെന്ന് അങ്ങ് എടുത്തകണ കർത്താവെന്ന്. സത്യം വെളിയിൽ വരണം. ആരായിരിക്കും ഈ കാസിം ബായിയെ കൊന്നത്? ആ കൊന്നവന്റെ നമ്പർ കിട്ടിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നു. എടാ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വെച്ചാൽ കിട്ടൂലേ? ഒന്ന് പോടപ്പാ. പോലീസുകാർക്ക് കൊലപാതകം കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. നമ്പർ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി അവർക്കില്ല. ഒന്ന് വായടക്കുന്നുണ്ടോ? ആ, എനിക്കൊരു ബെസ്റ്റ് ഐഡിയ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്താണോ ഐഡിയ? കേക്കട്ടെ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ വേഷവും കെട്ടി നമുക്ക് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ ഇറങ്ങിയാലോ? നിർത്തി. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്നിട്ട് വേണം ആൾ മാറാട്ടത്തിന് പോലീസുകാർ നമ്മളെ എടുത്തിട്ടിരിക്കാൻ. ഒരുത്തരം നിപ്പ് കണ്ടില്ലേ? ഇവന് മാത്രം ഒരു ടെൻഷനും ഇല്ല. നീ എന്താ ഇത്രയ്ക്ക് ആലോചിച്ച് കൂട്ടുന്നത്? ജയിലിലെ പ്രോഗ്രാമിന് ശേഷം ഏതോ റിലേറ്റീവിനെ കാണാൻ പോയി. നീ സത്യത്തിൽ എങ്ങോട്ടാ പോയത്? അത് ഞാൻ എന്റെ ഒരു ആന്റിയെ കാണാൻ പോയതാ. നിന്റെ ഒരു ആന്റി? നീ പണ്ടേ ചുറ്റിക്കളിക്കാരനാ, ഞങ്ങൾക്കറിയാം. സത്യം പറ, നിനക്ക് ഈ കൊലയായിട്ട് എന്താ ബന്ധം? അതെടാ, കാസിം ബായിയെ കൊന്ന ഞാനാ. എന്ത് വേണം? ആ, അപ്പൊ നമ്മ രക്ഷപ്പെട്ട്. അയ്യോടെ ജിമ്മിച്ചാരെ പിടിച്ച് പോലീസിലേപ്പിച്ച നമുക്ക് തടിയൂരല്ല. വിളിക്കേ. അകത്താവുന്ന ഞാൻ മാത്രമല്ല. വിളിക്കേ. കണ്ടുപിടിക്കാറിയിരിക്കും.